ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BEd ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്റർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമാണ്. വയലൻസ് അഗെയിൻസ്റ്റ് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ. അപ്പോൾ എന്താണ് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ? വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 18 വയസ്സിന് താഴെയുള്ള എല്ലാ ആളുകൾക്കെതിരെയുമുള്ള എല്ലാ വിധത്തിലുമുള്ള അതിക്രമങ്ങൾക്കാണ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്നറിയപ്പെടുന്നത്. അതിന് അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള ആളുകളിൽ നിന്നാവട്ടെ, അവരുടെ കൂട്ടുകാരിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ലവേഴ്സിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ ഒരു വിധത്തിലും അറിയാത്ത ആളുകളിൽ നിന്നാവട്ടെ, ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും അതിക്രമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനാണ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയപ്പെടുന്നത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ 2 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള 1 ബില്യണോളം കുട്ടികൾ ശാരീരികവും അതുപോലെ ലൈംഗികവും മാനസികവുമായിട്ടുള്ള വൈകാരികവുമായിട്ടുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് വഴി അതൊക്കെ അവരുടെ ഭാവി ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത് വേരിയസ് ഫോംസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലുള്ള അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അധിക അതിക്രമങ്ങളും ഇനി പറയാൻ പോകുന്ന 6 ടൈപ്സ് ഓഫ് വയലൻസിൽ പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഈ അതിക്രമങ്ങളൊക്കെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് മാൽ ട്രീറ്റ്മെന്റ് ആണ്. മാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതിലുള്ള ക്രമക്കേടുകൾക്കാണ് മാൽ ട്രീറ്റ്മെന്റ്. അതായത് അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാതിരിക്കുക. അത് കുട്ടികൾക്കും ചെറിയ ശിശുക്കൾക്കും അതുപോലെ കുട്ടികൾക്കും കൗമാരക്കാരായ ആളുകൾക്കും അവരെ ശാരീരികമായും ലൈംഗികമായും മാനസികമായും വൈകാരികമായൊക്കെ, ഒന്നല്ലെങ്കിൽ അവരുടെ പേരൻസോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ, ഒന്നല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുള്ള സാഹചര്യത്തിൽ നിന്നോ ഒക്കെ അതിക്രമങ്ങൾ നേരിടുന്നതിനാണ് മാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. രക്ഷിതാക്കൾ മക്കളെ ട്രീറ്റ് ചെയ്യേണ്ട വിധത്തിൽ അല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അതിക്രമങ്ങളാണ് അത്. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് ബുള്ളിയിങ്, കുട്ടികളെ ഭീഷണിപ്പെടുത്തുക. ഇത് പൊതുവെ ഇന്ന് നമ്മുടെ കോളേജുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു സംഗതിയാണ്. കുട്ടികളെ അനാവശ്യമായിട്ട് അവരെ ഒന്നല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ അല്ലെങ്കിൽ വേറെ അറിയാത്ത പല ആളുകളും അവരെ മാനസികമായും ശാരീരികമായൊക്കെ സമൂഹത്തിൻ്റെ ഇടയിൽ അവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ബുള്ളിങ് എന്ന് പറയുന്നത്. ഇത് സ്കൂളുകളിലും അതുപോലെ കുട്ടികളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ ഓൺലൈൻ ആയിട്ടും അടക്കം ഈ ബുള്ളിങ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അടുത്തത് യൂത്ത് വയലൻസ്. ഇത് 10 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു അതിക്രമങ്ങളാണ്. ശാരീരികമായി മുറിവേൽപ്പിക്കുക, അവർ കത്തിയും അതുപോലെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പരസ്പരം അടികൂടുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇവിടേക്ക് കണ്ടുവരുന്ന ഒരു സംഗതി തന്നെയാണ്. അതാണ് യൂത്ത് വയലൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്റിമേറ്റ് പാർട്ണർ വയലൻസ് ആണ്. ഗാർഹിക പീഡനമൊക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത്. അതിൽ അവരുടെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ, അതുപോലെ ലൈംഗികമായിട്ട്, അതുപോലെ വൈകാരികമായിട്ടുള്ള പീഡനങ്ങൾ, അത് അവരുടെ ഒന്നല്ലെങ്കിൽ അവരുടെ പാർട്ണറിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മുമ്പുള്ള പാർട്ണർമാരിൽ നിന്നായിരിക്കാം. ഇത് ആണുങ്ങൾക്കും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണുങ്ങളും വിധേയരാകുന്നുണ്ട്. എന്നാൽ ഇത് കൂടുതലായി ബാധിക്കുന്നത് പെണ്ണുങ്ങളെയാണ്. ഇനി അടുത്തത് സെക്ഷൽ വയലൻസ്. സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്തുള്ള ഒരാളുടെ സമ്മതം കൂടാതെ അല്ലെങ്കിൽ അവരെ നിർബന്ധിപ്പിച്ച് സെക്സ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലൂടെയുള്ള ചൂഷണം, അവരെ തട്ടിക്കൊണ്ടു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ വയലൻസ്. ഇത് മാനസികമായും അതുപോലെ വൈകാരികമായിട്ടുള്ള അതിക്രമങ്ങളാണ്.
ഇതിൽ ആ കുട്ടിയെ ശാരീരികമായിട്ടൊന്നും ചെയ്യൂല, പക്ഷെ അവനെ മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുക. അതായത് അവനെ അപകീർത്തിപ്പെടുത്തുക, അവനോട് ശത്രുതാപരമായിട്ട് പെരുമാറുക, അവനെ ആളുകളുടെ ഇടയിലിട്ട് വഷളാക്കുക തുടങ്ങിയിട്ട് അവനെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് കറന്റ് ട്രെൻഡ്സ് ഇൻ വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഇൻ തമിഴ്നാട്. 2029 നവംബർ 20 തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള TN സ്റ്റാലിൻ ചൈൽഡ് പോളിസി പുറത്തിറക്കുകയുണ്ടായി. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും അത് നടപ്പിലാക്കാനുള്ള ഒരു സമഗ്രമായ കർമ്മ പദ്ധതി ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല. പിന്നീട് പറയാനുള്ളത് ഒരു കർമ്മ പദ്ധതി, ഇങ്ങനെയുള്ള കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു കർമ്മ പദ്ധതി കൊണ്ടുവരാൻ സാമൂഹ്യ ക്ഷേമ വകുപ്പ് തലത്തിലും അതുപോലെ മേഖലാ തലത്തിലും 10ലധികം കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് ഈ ഗവൺമെന്റ് തീരുമാനിച്ച ഈ പദ്ധതിക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് പല ഡിപ്പാർട്ട്മെന്റുകളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് കാര്യം. എന്നാൽ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് കൂടിയിട്ട് കാര്യക്ഷമമായിട്ട് ഒരു കർമ്മ പദ്ധതി കൊണ്ടുവരാൻ ചീഫ് സെക്രട്ടറിയുടെ കീഴിലുള്ള ഉന്നത സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബ്യൂസ് ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റ് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, വിശ്വാസം. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ചും അതുപോലെ അവർക്ക് സ്വയത്തെക്കുറിച്ചുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സംഗതി കണ്ടുവരുന്നു. അതുപോലെ കുട്ടികൾ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ മുഴുവനായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ ആളുകൾ, അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു സേഫ് ഫീലിംഗ്, സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അതുപോലെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ അത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലേക്കും അവർക്കെതിരെയുള്ള ചൂഷണങ്ങളിലേക്കൊക്കെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കില്ല്, അതുപോലെ ഈ ഇമോഷണൽ റെസ്പോൺസ്, അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വലിയ ആളുകളിൽ നിന്നാണ് കണ്ടുപഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരെ വലിയ ആളുകളെ, മുതിർന്ന പാരൻസിനെ കണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപഠിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ വലിയ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നത് അത് അവരെ ബലഹീനരാക്കുന്നതിലേക്കും അതുപോലെ അവരെ ചൂഷണം ചെയ്യുന്നതിലേക്കും അതുവഴി ട്രസ്റ്റ് നഷ്ടപ്പെടുന്നതിലേക്കും കാരണമാകുന്നു. അപ്പോൾ ഇനി അടുത്ത പറയാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ബിട്രയൽ ഓഫ് ട്രസ്റ്റ്. ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് ശാരീരികമായോ ലൈംഗികമായോ അല്ലെങ്കിൽ വൈകാരികമായോ വലിയ ആളുകളിൽ നിന്നുണ്ടാവുന്ന അതിക്രമങ്ങൾ കുട്ടികളിലുള്ള ഈ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അതുപോലെ കുട്ടികളുടെ ആവശ്യം നിറവേറ്റാൻ രക്ഷിതാക്കൾക്ക് വലിയ ആളുകൾക്ക് കഴിയാതിരിക്കുമ്പോൾ അതും കുട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അതുപോലെ കുട്ടി കാര്യങ്ങൾ പറയുന്നു, പക്ഷെ അത് കേൾക്കാനോ വിശ്വസിക്കാനോ തയ്യാറാവുന്നില്ലെങ്കിലും കുട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വലിയ ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ ഇത് പിന്നീട് കുട്ടികൾക്ക് മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ കുട്ടികളെ വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ള അണക്ക് അങ്ങനെ തന്നെ വേണം, അതുപോലെ നമ്മൾ കുട്ടികളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കമൻറ്റ്സ്, അവർക്ക് ഒരുപാട് മെസ്സേജ് അങ്ങനെ പറയുന്ന സമയത്തും അതും കുട്ടികളുടെ ട്രസ്റ്റിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അബ്യൂസ്ഡ് ആവുന്ന കുട്ടികൾക്ക് ഒന്നല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുടനീളം അങ്ങനെ ഒരു ട്രസ്റ്റ് എന്ന വിഷയം ആരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഈ ആളുകളെ കൂടുതലായി ട്രസ്റ്റ് ചെയ്യുന്നതിലേക്കോ നയിക്കുന്ന ഒരു കാര്യമാണ്. അതുവഴി അത് കുട്ടികളെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഡിസ്ക്രിമിനേഷൻ എന്നതിനെ കുറിച്ചാണ്. ഡിസ്ക്രിമിനേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഓരോരുത്തരെയും വേറെ വെറൈറ്റി കാണുക, പക്ഷാപാതത്തോടു കൂടെ ഓരോരുത്തരെയും കാണുന്നതിനാണ് ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അത് വലിയ ആളുകൾക്ക് തന്നെ അവരെ കുറിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്ക് അതിനേക്കാൾ കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഒന്ന് അവരുടെ ഏജ് വെച്ചിട്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, അതുപോലെ അവരുടെ ജെൻഡർ വെച്ചിട്ട്, അതുപോലെ അവരുടെ വൈറ്റ് വെച്ചിട്ട് തടി കൂടുതലാണ് തടി കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മതം വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻകം ലെവൽ അത് അവർ കൂടിയതാണ് താഴ്ന്നതാണ് ആ ലെവലിൽ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകും. അതുപോലെ അവരുടെ ഡിസബിലിറ്റി വെച്ചിട്ട് കളിയാക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നതാണ്. പിന്നെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ, അതുപോലെ അവരുടെ റേസ്, എത്നിസിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് അവരുടെ കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ അവരുടെ മതം നോക്കിയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ നോക്കിയിട്ട്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഏതാണ് എന്ന് നോക്കിയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ഡിസ്ക്രിമിനേഷൻസിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്നാണ്. ഇപ്പം 2015 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി പട്ടികവർഗം എന്നിവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഉള്ള ഒരു നിയമമാണ്. അവർക്കെതിരെ വല്ല അതിക്രമങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുന്നതാണ്, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡിസ്ക്രിമിനേഷൻസിനെതിരെ അതിനെ തടയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അടുത്തത് ആർട്ടിക്കിൾ 17 ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. പിന്നെ അടുത്തത് ആർട്ടിക്കിൾ 330 332 ഈ പട്ടികജാതി വർഗക്കാർക്ക് അവർക്ക് പാർലമെന്റിലും അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് അത്.